എല്ലാവർക്കും നമസ്കാരം. ഏത് മാനേജരും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും എപ്പോഴും സക്സസ്ഫുൾ ആവുക, ടീമിനെ നന്നായി മാനേജ് ചെയ്യുക. അതിനുവേണ്ടി എന്തൊക്കെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യണോ അത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം പ്രയത്നിച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലുണ്ടായിരിക്കേണ്ട 10 ഇമോഷണൽ സ്കില്ലുകളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു മാനേജർക്ക് ടീമിനെ മികച്ച രൂപത്തിൽ മാനേജ് ചെയ്യാനും സക്സസ്ഫുൾ ആവാനും സഹായിക്കുന്ന ആ 10 സ്കില്ലുകളിൽ ഒന്നാമത്തത് സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ ഒരു നല്ല മാനേജർക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഏത് ഇമോഷണൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, ഞാൻ അല്പം ദേഷ്യത്തിലാണോ, വിഷമത്തിലാണോ, സന്തോഷത്തിലാണോ, ഇത് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആ മാനസികാവസ്ഥയും നമ്മുടെ പ്രവൃത്തിയും വാക്കും നമ്മുടെ തീരുമാനങ്ങളൊക്കെ തമ്മിൽ ബന്ധമുണ്ടാവും. ചില സമയങ്ങളിൽ നമുക്ക് അല്പം കൺട്രോൾ വിട്ട ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇത് ടീമിനെ ചിലപ്പോൾ പലപ്പോഴും മാനസിക ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത്, ഇപ്പോൾ അല്പം നേരം മിണ്ടാതെ നിൽക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വഴക്കുണ്ടാവാവുന്ന സാഹചര്യത്തിൽ മാറി നിൽക്കുകയാണോ നല്ലത്, ഇതൊക്കെ തിരിച്ചറിയാൻ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻറ്റൻഷനോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും, റിയാക്ഷൻ ആയിരിക്കില്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സെൽഫ് അവെയർനെസ് ആണ് ആദ്യത്തെ സ്കില്ല്. 2, സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ അല്പം മെസ്സി ആയിട്ട്, അല്ലെങ്കിൽ അല്പം ഒരു എല്ലാം ഒന്ന് കൂടിക്കുഴഞ്ഞ് കിടക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നിൽക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഇത്തിരി കമ്പോസ്ഡായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ആത്മനിയന്ത്രണത്തോടുകൂടി പ്രവർത്തിക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മളെല്ലാം വിചാരിച്ച പോലെ ഇങ്ങനെ വരുമ്പോൾ മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ വരുമ്പോൾ നമ്മളാകെ ഒരു സുഖകരമല്ലാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അത് പിന്നീട് നമ്മുടെ ടീമിലേക്ക് നല്ലൊരു മെസ്സേജ് ആയിരിക്കില്ല എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഴിവാണ്. 3-ാമത്തെ കാര്യം എമ്പതിയാണ്. എമ്പതി എന്ന് പറയുമ്പോൾ എന്താ, മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് കാണാനും ചിന്തിക്കാനുമുള്ള കഴിവ്. നമ്മുടെ ഒരു നല്ല ലീഡറാകുമ്പോൾ ടീമിൻ്റെ അകത്തുള്ള ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ എടുക്കും, അവർ ഈ സാഹചര്യത്തെ എങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഈ സംവിധാനങ്ങൾ ഇഷ്ടമാണോ, അവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ആ ഒരു സ്കില്ലാണ് എമ്പതി. 4, സോഷ്യൽ സ്കിൽസ്. നല്ല ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ ടീമിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവരുമായിട്ട് ഇഴുകിച്ചേരാനുള്ളൊരു കഴിവ്. പുതിയ പുതിയ ആളുകൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പോഴും അവരുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും വിശ്വാസം ഉണ്ടാക്കാനും സഹായിക്കുന്നത് അവരുമായിട്ടുള്ള സഹവർത്തിത്വമായിരിക്കും. അതിനുള്ള കഴിവാണ് സോഷ്യൽ സ്കിൽ. 5-ാമത്തെ കാര്യം തീർച്ചയായിട്ടും മോട്ടിവേഷൻ തന്നെയാണ്. കൂടെ നിൽക്കുന്ന ആളുകളെ പേഴ്സ്വേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴും അത് നടത്തിയെടുക്കാൻ പറ്റണമെങ്കിൽ ടീമിൻ്റെ സപ്പോർട്ട് വേണം. അവരെ അതിലേക്ക് സ്വാധീനിക്കാനുള്ള കഴിവാണ് മോട്ടിവേഷൻ. 6-ാമത്തെ കാര്യം ഇമോഷണൽ കണ്ടാജിയൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇമോഷണൽ കണ്ടാജിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഒരു ലീഡറിൻ്റെ അല്ലെങ്കിൽ അവർ നയിക്കുന്ന ആളുടെ ഒരു മൂഡ് എന്താണോ അതായിരിക്കും ടീമിൻ്റെ മൊത്തം ടോൺ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റിവിറ്റിയോട് കൂടിയാണ് നമ്മുടെ ലീഡർ നിൽക്കണമെങ്കിൽ ടീം മൊത്തം പോസിറ്റീവാണ് അവസ്ഥ വരും. അല്ല, അല്പം നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ടീമിലേക്കും അത് വേഗം സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ വിചാരവികാരങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല ടീമിനെ സ്വാധീനിക്കുമെന്ന അവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് ഇമോഷണൽ കണ്ടാജിയൻ. 7-ാമത്തെ കാര്യം ഫീഡ്ബാക്ക് റിസപ്ഷൻ എന്ന അവസ്ഥയാണ്. ഫീഡ്ബാക്ക് റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ബി ഓപ്പൺ ആൻഡ് ഒരു എന്താ പറയുക, എന്തിനേയും സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥ, നോട്ട് ഡിഫെൻസീവ് എന്ന് പറയുന്ന ഒരു രീതി. ഒരു നല്ല ലീഡർ എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ടീമിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിന് വരെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി വേണം. എല്ലാത്തിനും എതിർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കാര്യം കണ്ടെത്തുക, കാരണം കണ്ടെത്തുക എന്നുള്ളതല്ല. പകരം ടീമിലുള്ള ആളുകൾക്ക് നമ്മളോട് ഓപ്പണായിട്ട് എന്ത് സംസാരിക്കാനും ഫീഡ്ബാക്ക് തരാനും ആ ഫീഡ്ബാക്ക് സ്വീകരിക്കാനുമുള്ള മനസ്ഥിതി ഉണ്ടായിരിക്കുക, അതൊരു വലിയ കഴിവാണ്. 8-ാമത്തെ കാര്യം റെക്കഗ്നൈസ് ട്രിഗേഴ്സ്. നമുക്ക് പലപ്പോഴും സ്ട്രെസ് ഉണ്ടാവുന്ന, ബേൺ ഔട്ട് ആവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തുക, അത് തിരിച്ചറിയുക. ഏതവസ്ഥയിലെത്തുമ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നത്, അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ സൈനുകൾ സ്പോട്ട് ചെയ്ത് വളരെ ക്ലാരിറ്റിയോടുകൂടി റെസ്പോണ്ട് ചെയ്യുക. 9-ാമത്തെ കാര്യം ഇമോഷണൽ റിക്കവറി. നമ്മളെന്തെങ്കിലുമൊക്കെ ഹാർഡ് ടൈംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവ് അതൊരു ലീഡർക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ പരാജയപ്പെട്ടാൽ, വിചാരിച്ച പോലെ കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാതിരുന്നാൽ അവിടെ മനസ്സ് മടുത്ത് നിൽക്കുക എന്നുള്ളതല്ല, എത്രയും വേഗം അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള കഴിവാണ് ഇമോഷണൽ റിക്കവറി. ആൻഡ് ഫൈനലി ഇമോഷണൽ വൊക്കാബുലറി എന്ന് പറയും. നമ്മൾ എന്ത് വാക്ക് സംസാരിക്കുമ്പോഴും ടീമിൻ്റെ ഇടയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എന്നുള്ള വാക്കുകൾ അധികം ഉച്ചരിച്ച് കഴിഞ്ഞാൽ
ടീമിലേക്ക് അത് നല്ല രീതിയിലായിരിക്കില്ല പ്രതിഫലനം ഉണ്ടാക്കുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നേടിയെടുക്കും എന്നുള്ള വാക്കുകൾ വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ വാക്കുകളിൽ വരെയുണ്ട് നമ്മുടെ ടീമിനെ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ടീം എങ്ങനെ അത് ഉൾക്കൊള്ളണം എന്നുള്ളത് അതിനെങ്ങടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒരു സോഫ്റ്റ് സ്കില്ലല്ല, ഇതൊരു സർവൈവൽ സ്കിൽസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ഒരു മികച്ച ലീഡർ ആവണമെങ്കിൽ ടീമിനെ കണ്ടറിഞ്ഞ് ടീമിനെ പരിപാലിച്ച് ഒപ്പം നിർത്തി കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള കഴിവുണ്ടാവണം. അവിടെയാണ് നമ്മളിന്ന് സംസാരിച്ച് ഈ 10 കഴിവുകളും ഇമ്പോർട്ടൻ്റായി മാറുന്നത്. അപ്പോൾ ഒരു മികച്ച ലീഡറാകാൻ വേണ്ടി ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കുക. താങ്ക്